Hello friends, welcome to the channel. Good happens here channel. My name is Ajay. But actually fake KYC verification BSNL fiber and similar news share actually beware notice actually BSNL recently പേരും പറഞ്ഞ കുറേ ഫേക്ക് ന്യൂസും ഇതൊക്കെ KYC വെരിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ടെന്ന്. അതിപ്പോൾ ആക്ച്വലി മെസ്സേജ് ആയിട്ടും കോൾസ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് കോളായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ പ്രൈമറി നമ്പർ BSNL ആയിരുന്നു, BSNL കണക്ഷൻ ആയിരുന്നു. പിന്നെ ഞാനത് എയർടെല്ലിലേക്ക് കൺവേർട്ട് ചെയ്തത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് BSNLൻ്റെ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് വന്നു KYC പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഓൾറെഡി പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ എയർടെല്ലാണ് ഇപ്പോൾ ഓൾറെഡി. പക്ഷേ അങ്ങനെ മെസ്സേജ് അതിലേക്ക് വന്നു. ഇത് ഇവർ നമ്പർ നോക്കിയിട്ട് എടുക്കുന്നതാണോ KYC എങ്ങനെ സംഭവം എന്നറിയില്ല. ഇത് ഫൈബറിൻ്റെ കാര്യത്തിലും വരുന്നു പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ BSNL തന്നെ പുറത്തുവിട്ടുണ്ട്, അവരുടെ ഒരു നോട്ടീസ് പോലെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മെസ്സേജിൻ്റെ ഫോർമാറ്റ് വരുന്നത് ഞാൻ പറയാം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ഓണാക്കാത്തവർ അത് ഓണാക്കി വയ്ക്കുക. അത് ഓണാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അത് ഓണാക്കി വയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മെസ്സേജ് ഫോർമാറ്റ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി നമ്മുടെ സ്ക്രീനിൽ ഇടുന്നതായിരിക്കും. ഓൾറെഡി അതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ഒരു 4-5 മെസ്സേജ് ഫോർമാറ്റ്സിലാണ് ഇത് വരുന്നത്. കണ്ടാൽ പക്ഷേ മനസ്സിലാവില്ല, നമുക്ക് കമ്പനി അയക്കുന്നതാണെന്ന് തോന്നുള്ളൂ, അങ്ങനത്തെ കുഴപ്പം. CP/SMS FST എന്ന് പറയുന്നത് അത് ആദ്യത്തെ ഒരെണ്ണം. പിന്നെ AD/VIRINF എന്നിട്ട് ഒരു വേറെ എണ്ണം. പിന്നെ CP/BLM KND എന്ന് പറഞ്ഞിട്ട് വേറെ ഫോർമാറ്റ്. അതുപോലെ BP/ITLIN എന്നൊരു എക്സെട്ര ഇനി കുറച്ചുണ്ട്. ഇതാണ് ഈ ഫോർമാറ്റ് വരുന്നത്. നമുക്ക് ആക്ച്വലി കമ്പനിയിൽ നിന്ന് അയക്കുന്ന മെസ്സേജിൻ്റെ ഫോർമാറ്റിലാണ് ഈ സംഭവം വരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും KYC കൊടുക്കാമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ കയറുമ്പോഴും BSNL പേരൊക്കെ വന്നിട്ടാണ് വരുന്നത് ആക്ച്വലി. അപ്പോൾ ഇത് ഫേക്സ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ആക്ച്വലി ഫൈബറിൻ്റെ ആൾക്കാർക്ക് മെസ്സേജ് വരുന്നുണ്ട്, നമ്മുടെ SMS എന്താ പറയുക സിം ഉള്ളവർക്കും സംഭവം വരുന്നുണ്ട്. അത് ഒഫീഷ്യലായിട്ട് തന്നെ BSNL ഇപ്പോൾ നോട്ടീസായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു SMS-ൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. കോൾ വന്നിട്ട് മലയാളത്തിലാണ്, പക്ഷേ കോൾ വന്നിരിക്കുന്നത് അവർക്ക് പറയുന്നത് KYC പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവരുടെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അവർ. എന്നിട്ട് ആ ലിങ്കിൽ പോയിട്ട് നമ്മുടെ KYC കൊടുക്കാൻ, ആധാറും അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ കൊടുക്കാനാണ് പറഞ്ഞത്. അവനത് ചെയ്തിട്ടില്ല ആക്ച്വലി. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലിങ്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കണ്ടപ്പോൾ തന്നെ ആൾ നിർത്തിയെന്ന്. പിന്നെ ഒന്നാമത് അവൻ പോർട്ട് ചെയ്യാനുള്ള ഇപ്പോൾ ഒരു നമ്മുടെ എയർടെല്ലിലേക്ക് പോർട്ട് ചെയ്യാനുള്ള ഒരു വെച്ചിട്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കത് കൊടുത്തില്ല. ചിലപ്പോൾ നോർമൽ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് കൊടുക്കുമായിരിക്കും. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ലീക്സ് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കാശ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ KYC ബിവേറിനെ പറഞ്ഞിട്ട് ഇവർ വിട്ടിട്ടുണ്ട്, ഓൾറെഡി ന്യൂസായിട്ട് തന്നെ വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വലി എനിക്ക് വന്ന മെസ്സേജ് കാണിച്ചിട്ടായിരുന്നു, പക്ഷേ എൻ്റെ ഈ ഫോണിലാണ് നമ്മളിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റാത്തത്. ഞാൻ മാക്സിമം പറയുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം ലാസ്റ്റായിട്ട്. പിന്നെ അവരെ ഇപ്പോൾ വന്നേക്കുന്നത് എന്താ പറയുക, ഞാൻ ഇതിൻ്റെ നമ്മുടെ ഈ ന്യൂസ് വന്നേക്കുന്ന ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് നോക്കിക്കോണം. ഇപ്പോൾ BSNL അതോറിറ്റീസ് തന്നെ ഒരു ഫേക്ക് KYC വെരിഫിക്കേഷൻ മെസ്സേജ് BSNLൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു നോട്ടീസായിട്ട് വിട്ടിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ നമ്മുടെ ഇങ്ങനെയാണ് വരിക. ഞാൻ എന്തായാലും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ചാനലിൽ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ എൻഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു ബിവെയർ നോട്ടീസ് പോലെ പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമ്മുടെ BSNL ഫൈബർ യൂസേഴ്സാണ് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ കുറേ യൂസേഴ്സ് ഇപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നമുക്കൊരു എന്താ പറയുക ഒരു നമ്മുടെ കസ്റ്റമേഴ്സിന് ആക്ച്വലി BSNL കസ്റ്റമേഴ്സിന് ഒരു എന്താ പറയുക ഒരു ബിവെയർ നോട്ടീസ് പോലെ ഞാൻ വന്നതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ അറസ്റ്റ് ഫൈബർ ആക്ച്വലി സൈബർ തട്ടിപ്പാണ് നിറച്ച്. അപ്പോൾ അതൊരു നമുക്കൊരു ഇതിനൊരു ബിവെയറിനോടായിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലതല്ല, കുറേ ആൾക്കാർക്ക് കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.